മണ്ണഞ്ചേരിയിൽ നിന്നാണ് ഇത് കിട്ടിയത്, മൃതദേഹം ലഭിച്ചത്. അവിടെയാണ് അവരുടെ വീട്, ഈ പ്രതികളുടെ വീട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്നും ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്? ഇപ്പോൾ ഫോറൻസിക് വിഭാഗത്തിന്റെ ആളുകൾ എത്തി മൃതദേഹം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീമാണ് എത്തിയിട്ടുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും, ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. മാത്രമല്ല, ഈ സുഭദ്രയുടെ മക്കൾ ഇവിടേക്ക് എത്താനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ എറണാകുളത്ത് നിന്ന് പോന്നിട്ടുണ്ട്. അവരെ എത്തിയതിനു ശേഷമാകും മൃതദേഹം ഇവിടെ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഏകദേശം 1 മാസത്തോളം പഴക്കമുണ്ട് ബോഡിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മാത്രമല്ല, സുഭദ്ര ഇവിടെ സ്ഥിരമായി എത്തുന്ന ആളാണ് എന്നുള്ള വിവരവും നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അതായത് 3 വർഷത്തോളമായി സുഭദ്രയും ഒപ്പം ഈ കേസിൽ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന മാത്യുവും ഷർമിളയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഷർമിള കഴിഞ്ഞ ദിവസം സുഭദ്ര മിസ്സിംഗ് ആകുന്നു എന്ന് പറയുന്ന ദിവസങ്ങളോടനുബന്ധമായി തന്നെ ഇവിടെ ഈ വീട്ടിൽ, അതായത് കോർത്തശ്ശേരിയിലെ ഇപ്പോഴത്തെ മൃതദേഹം കണ്ടെടുത്ത വീട്ടിൽ ഷർമിള എത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം അയൽവാസികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അയൽവാസി വ്യക്തമാക്കി. മാത്രമല്ല, ഒരു അംഗനവാടി ടീച്ചർ തൊട്ടപ്പുറത്ത് തന്നെയുള്ള കോമ്പൗണ്ടാണ്. അവരും പറഞ്ഞത് ഇത്തരത്തിൽ ഷർമിള സുഭദ്ര എത്തിയിരുന്നു. സുഭദ്ര എത്തിയ ശേഷമാണ് പിന്നീട് ഇവിടെ അംഗനവാടിയോട് ചേർന്നുള്ള ഒരു വാഴയില എടുക്കുന്നതിനായിട്ട് അവിടെ നിന്ന് എടുക്കുന്നതായി കണ്ടു. അപ്പം ആരാണ് എന്ന് ഈ അംഗനവാടി ടീച്ചർ ചോദിച്ചപ്പോഴത്തേക്കും അത് ഇത്തരത്തിൽ താൻ സുഭദ്ര എന്നുള്ള ആളാണ്, തനിക്ക് ഷർമിളയുടെ വീട്ടിൽ വന്നതാണ്, ആഹാരം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇല എടുക്കുകയാണ് എന്നവർ പറഞ്ഞു നിന്നിട്ടുണ്ട്. ഈ അംഗനവാടി ടീച്ചർ ഈ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തൊട്ടടുത്ത് തന്നെ കുട്ടച്ചൻ എന്ന വീട്ടുകാരനും അതായത് ഈ സുഭദ്ര ഇവിടെ കണ്ടതായിട്ടുള്ള മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. 4 പേർ ചേർന്ന് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സുഭദ്രയെ വീട്ടിലേക്ക് എത്തിച്ചത് എന്നുള്ള വിവരമാണ് അവർ നൽകുന്നത്. ഒപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് സുഭദ്ര ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും ലഭ്യമാകുന്നത്. അതൊക്കെ ഈ മൃതദേഹം, അതായത് മിസ്സിംഗ് ആണ് എന്ന് പറയുന്ന സമയത്തോടനുബന്ധിച്ച് തന്നെയാണ്. അതാണ് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 പേർ ഒളിവിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ശരണ്യ, ഈ കടവന്ത്രയിലാണ് സുഭദ്രയുടെ വീട്. അവിടെ നിന്നാണ് ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്. അതനുസരിച്ച് അവിടുത്തെ അയൽക്കാരൊക്കെ പറയുന്നതനുസരിച്ച് പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന ശീലമുണ്ടായിരുന്നു സുഭദ്രയ്ക്ക്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളല്ല. ഒപ്പം എപ്പോഴും സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച് നടക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സാമ്പത്തികം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് ഇപ്പോൾ ആ സ്ഥിരീകരണത്തിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? ആക്ച്വലി ഇവരെ കാണാതാകുന്ന സമയത്ത് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസ് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടെടുത്ത മൃതദേഹത്തിൽ ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത്തരം എന്തെങ്കിലും ലക്ഷ്യം, അതായത് പണമോ ആഭരണങ്ങളോ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ള സംശയമൊക്കെ പോലീസിന് ഭാഗത്ത് ഉണ്ട്. ഇപ്പൊ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നുള്ള ഈ ഷർമിളയും സുഭദ്രയും ഒന്നിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോ ആ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കോർത്തശ്ശേരിയിലെ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്ന വീട് ഒരു വാടക വീടാണ്. ഈ മാത്യുവും ഒപ്പം തന്നെ ഇവിടെയുള്ള ഈ ഷർമിളയും ഈ വീട് വാടകയ്ക്ക് എടുത്താണ്. ഇവർ ഇടയ്ക്ക് മാത്രമേ ഇവിടെ വന്ന് താമസിക്കാറുള്ളൂ എന്നുള്ളത് ഈ അയൽവാസികൾ പറയുന്നുണ്ട്. പുറത്തേക്ക് ആളുകളുമായി അധികം ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഇവര് എന്നുള്ളതാണ്. ഇതൊക്കെ വന്ന് താമസിക്കുന്നു. മാത്രമല്ല, മാത്യുവിന്റെ കുടുംബ വീട് കാട്ടൂരുണ്ട്. അപ്പൊ കാട്ടൂരേക്ക് ഇവർ മടങ്ങി പോകാറുണ്ട് എന്നുള്ള വിവരവും ഒക്കെ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ സുഭദ്ര മിസ്സിംഗ് ആണ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് കടവന്ത്ര പോലീസ് അടക്കം ഇവിടെ എത്തി പരിശോധിച്ചത്. കാരണം ടവർ ലൊക്കേഷൻ അടക്കം ഇവിടെ ഈ കലവ് കിട്ടിയിരുന്നു. പിന്നീട് ഇവരെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇവര് ഒളിവിൽ പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം നായ്ക്കളെ, അതായത് പോലീസ് കടാവർ നായ്ക്കളെ അടക്കം ഇവിടെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി അത്തരത്തിലുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വരികയും ഇന്ന് ഉച്ചയോടുകൂടി ആലപ്പുഴ ഡിവൈഎസ്പിയുടെയും മണ്ണഞ്ചേരി സിയുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ കുഴിയെടുത്ത് പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 3 അടി താഴ്ചയിലുള്ള ഒരു കുഴിയാണ് ഉണ്ടായിരുന്നത്. ആ കുഴിയിൽ ഈ പറഞ്ഞ സ്ത്രീ
ഇവർ ചരിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. എന്തായാലും ജീർണാവസ്ഥയിൽ ആണ് മൃതദേഹമെങ്കിലും വലിയൊരു ഇതിലേക്ക് മാറിയിട്ടില്ല. കാരണം ഏകദേശം ആളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രീതിയിലേക്കൊക്കെ തന്നെയാണ് കിടക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് അതായത് കടലിനോട് കുറച്ചുകൂടി അടുത്തൊരു തീരപ്രദേശത്തോട് ചേർന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഉപ്പിന്റെ അംശമൊക്കെ കൂടുതൽ ഉള്ളത് കൊണ്ട്, മണ്ണിലുള്ളത് കൊണ്ട് അത്തരത്തിലൊരു വലിയ ജീർണാവസ്ഥയിലേക്ക് പോയിട്ടില്ല. പക്ഷെ 1 മാസത്തോളം പഴക്കം മൃതദേഹത്തിനുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് കടവന്ത്രയിൽ നിന്നും സുഭദ്രയുടെ മക്കൾ ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതാണ് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ കാണുന്നത് CCTV ദൃശ്യങ്ങളാണ്. സുഭദ്ര അവിടെ എത്തിയതിന് തെളിവായുള്ള CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒളിവിലുള്ള 2 പേർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. അതേസമയം മണ്ണഞ്ചിറയിൽ ഇപ്പോൾ ഫോറൻസിക് സംഘം എത്തിയിരിക്കുന്നു. മൃതദേഹം പരിശോധിക്കുകയാണ്. അവിടെ പരിശോധനയും തുടരുകയാണ്. ഡാനി പോളും